സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ജിദ്ദയിലും മക്കയിലും മദീനയുടെ ചില ഭാഗങ്ങളിലും മഴ എത്തിയിട്ടുണ്ട്. ത്വായിഫിലും അസീർ അൽബാഹ മേഖലയിലും മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിങ്കളാഴ്ച വരെ മഴ തുടരും. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പുമുണ്ട്. ഇന്നലെ രാത്രിയും പുലർച്ചെയുമായി ശക്തമായ മഴ മക്ക മദീന നഗരങ്ങൾ ഉൾപ്പെടെ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ ലഭിച്ചു. മക്ക മസ്ജിദുൽ ഹറാമിൽ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികൾ മഴ നനഞ്ഞാണ് കാബയ്ക്ക് ചുറ്റും തവാഫ് നിർവഹിച്ചത്. സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് കൂടുതൽ മഴ. ജിദ്ദ, മക്ക, റാബിക് ഉൾപ്പെടെ പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. കടുത്ത മഴയെത്തിയതോടെ മക്ക ജിദ്ദ പ്രദേശങ്ങളിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. ജിദ്ദയുടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മക്ക ഹൈറേഞ്ച് മേഖല ഉൾപ്പെടെ പ്രദേശങ്ങളിൽ ഇന്നും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പുമുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ ഇന്നു മുതൽ മൂടൽമഞ്ഞ് കുറഞ്ഞ് മഴയുള്ള കാലാവസ്ഥയിലേക്ക് മാറുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കടൽത്തീര പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും ചിലയിടങ്ങളിൽ കാഴ്ചാപരിധി 1000 മീറ്ററിൽ താഴെയാകാനും സാധ്യതയുണ്ടെന്ന് ആക്ടിംഗ് ഡയറക്ടർ ദേരാർ അൽ അലി അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ ഈർപ്പം ഗണ്യമായി ഉയരും. പടിഞ്ഞാറ് നിന്ന് എത്തുന്ന താഴ്ന്ന മർദ്ദം ചാറ്റൽ മഴയ്ക്കും ഇടയാക്കും. മഴ തിങ്കളാഴ്ച ഉച്ചവരെ തുടരുമെന്നാണ് പ്രവചനം. സ്വദേശികളും പ്രവാസികളും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ചില പ്രധാന വാർത്തകളിലേക്കാണ് ഇനി. ഷാർജ പുസ്തകോത്സവം പുരോഗമിക്കുകയാണ്. കവി സച്ചിദാനന്ദൻ അതിഥിയായി എത്തി എന്നതും അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളുമാണ് ഷാർജ പുസ്തകോത്സവത്തിൽ നിന്നുള്ള വാർത്തകൾ. അതോടൊപ്പം ദോഹയിൽ അണ്ടർ-17 ലോകകപ്പ് മത്സരങ്ങൾ തുടരുകയാണ്. അർജന്റീനയുടെ പുറത്താകലും ബ്രസീലിന്റെ വിജയവുമാണ് അണ്ടർ-17 ലോകകപ്പ് വേദിയിലെ പുതിയ വിവരം. ഒപ്പം മീഡിയ 1 മബ്രൂക്കിലെ വിശേഷങ്ങളുമുണ്ട്. ഒക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ ഒപ്പിട്ടതിനെ എതിർത്തത് ഇടതുപക്ഷം ഹിന്ദുത്വത്തിലേക്ക് നീങ്ങുന്നത് തടയാനാണ് എന്നാണ് കവി കെ സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. പണത്തിന് വേണ്ടി എന്തിനാണ് ഇടതുപക്ഷം സന്ധി ചെയ്യുന്നത് എന്ന് സച്ചിദാനന്ദൻ ചോദിച്ചു. ഒപ്പം മരിക്കുന്നതുവരെ ഹിന്ദുത്വ ഇന്ത്യ എന്ന ആശയത്തോട് എതിരായിരിക്കുമെന്നും ഷാർജ പുസ്തകോത്സവത്തിൽ സച്ചിദാനന്ദൻ പറഞ്ഞു. ആദ്യ പ്രതികരണത്തിലേക്ക്. ഞാൻ അടിസ്ഥാനപരമായി തന്നെ വലതുപക്ഷ ആശയങ്ങൾക്ക് ഹിന്ദുത്വ ഇന്ത്യ എന്ന സങ്കല്പത്തിന് എതിരായ ഒരാളാണ്. മരിക്കുന്നവരെ ഇനിയിപ്പോൾ മരിക്കാൻ അധികം കാലമില്ല, എതിരായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് ഇടതുപക്ഷം കൂടി അങ്ങോട്ട് നീങ്ങിയാൽ പിന്നെ നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള സന്ധി ചെയ്യുന്നത്? പണത്തിന് വേണ്ടി എന്ന് പറയുന്നത് നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവുമോ മുതലായ അതിലൊരു മോറൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വേറൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല, ഒരു ധാർമ്മികതയുടെ എത്തിക്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തരം സന്ദർഭങ്ങളിലാണ് ഞാൻ പലപ്പോഴും ചിലപ്പോൾ ഗവൺമെന്റിനെതിരായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളത്. ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിനോജ്, ഈ PM ശ്രീ പദ്ധതിക്കെതിരെ നേരത്തെയും സച്ചിദാനന്ദൻ രംഗത്തെത്തിയിരുന്നു. കേരളത്തിൽ ഉൾപ്പെടെ വലിയ വാർത്തയായിരുന്നു. തർക്കങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് CPM-ഉം CPI ഒക്കെ തർക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സച്ചിദാനന്ദൻ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് അദ്ദേഹം പുസ്തകോത്സവത്തിൽ പറഞ്ഞത്? അലീഷ, ഷാർജ പുസ്തകോത്സവത്തിൽ മലയാളത്തിൽ നിന്നുള്ള പ്രധാന അതിഥികളിൽ ഒരാളായിരുന്നു ഇപ്രാവശ്യം കവി സച്ചിദാനന്ദൻ. അദ്ദേഹം കാവ്യസന്ധ്യയിൽ വായനക്കാരുമായി സംവദിക്കുന്നതിനിടയിലാണ് ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ മാറ്റമാണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇടതുപക്ഷം വലതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വ പക്ഷത്തേക്ക് പോകുന്നത് ഉണ്ടെങ്കിൽ അത് വളരെ പ്രതീക്ഷ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടാക്കും. ഈ സാഹചര്യത്തിലാണ് PM ശ്രീയിൽ ഒപ്പുവെക്കുന്നതിനെതിരെ താൻ തുറന്ന് എതിർത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താൻ മരിക്കുന്നതുവരെ ഹിന്ദുത്വ ഇന്ത്യ എന്ന ആശയത്തിന് എതിരായിരിക്കും എന്നുള്ള ഒരു നിലപാടും വളരെ വ്യക്തമായി കവി സച്ചിദാനന്ദൻ പറഞ്ഞു. താൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഭ്രാന്തൻ ജൽപ്പനങ്ങളൊക്കെ പറയുന്ന ഒരാളെ ആ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് എന്ന് സർക്കാരിന് തോന്നിയേക്കാം. പക്ഷേ അത്തരമൊരു സ്വാതന്ത്ര്യം ചോദിച്ചു വാങ്ങിക്കൊണ്ട് തന്നെയാണ് താൻ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. തൻ്റെ നിലപാടുകൾ എക്കാലത്തും തുറന്ന് പറയാൻ
താൻ മടിക്കില്ല, ഇനിയും അത്തരം നിലപാടുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കവി സച്ചിദാനന്ദൻ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇവിടെ സംവാദകരോട് പറഞ്ഞു. നേരത്തെ മറ്റൊരു ചോദ്യം അദ്ദേഹത്തോട് ഉണ്ടായത്, അരാജകത്വത്തെ എത്രമാത്രം അരാജകവാദിയാണ് അയ്യപ്പനെ പോലെ കവി സച്ചിദാനന്ദൻ എന്നൊരു ചോദ്യം സദസ്സിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞത്, അരാജകത്വം എന്നത് രാജാവിനെ എതിർക്കുന്ന ഒരു നിലപാടാണ്. പക്ഷേ അയാൾ ഒരുപക്ഷെ ജനാധിപത്യവാദിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ താനും ഒരു അരാജകവാദിയാണ്. തൻ്റെ രാഷ്ട്രീയ നിലപാട് എപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടല്ല താൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ അക്കാര്യത്തിൽ ഒരു അരാജകവാദിയാണ് എന്നുള്ളൊരു നിലപാടാണ് കവി സച്ചിദാനന്ദൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ഹൈവേകളെ കുറിച്ചുള്ള ഒരു ചോദ്യം കൂടി അദ്ദേഹം അഭിമുഖീകരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, താൻ ഇപ്പോൾ ഹൈവേയിലൂടെ കടന്നു പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും അടഞ്ഞു കിടക്കുന്ന കടകളാണ് തന്നെ വേദനിപ്പിക്കുന്നത്. അതിലെ ജീവനക്കാർ അല്ലെങ്കിൽ ആ കടകൾ നടത്തിയിരുന്നവർ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു വേദനയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ പലരും മറുപടി പറയുന്നത്, തനിക്ക് വേഗത്തിൽ യാത്ര ചെയ്യണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ്. തനിക്ക് അത്ര വേഗത്തിൽ യാത്ര ചെയ്യേണ്ടതില്ല എന്ന് ഒരു സർക്കാർ വിരുദ്ധ നിലപാട് തന്നെയാണ് കവി സച്ചിദാനന്ദൻ ഇന്ന് ഈ കവി സമ്മേളനത്തിൽ വളരെ വ്യക്തമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞത്. അലീഷ, SPM3 വിഷയത്തിലാണ് സച്ചിദാനന്ദൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്. മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് വിതരണം സൗദിയിലെ ആദ്യ പരിപാടി ദമ്മാമിൽ പൂർത്തിയായി. പരിപാടി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം കൊണ്ടും അക്കാദമിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. പഠന മികവിനുള്ള ആദരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറെ ആവേശത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. മീഡിയ വൺ ഒരുക്കുന്ന മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന് റിയാദിൽ തുടക്കമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് റിയാദിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേരാണ് ദമാമിൽ പങ്കെടുത്തിരുന്നത്. ഇന്ന് റിയാദിൽ തുടക്കമായിരിക്കുകയാണ്. 10+2 ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ അഥവാ 90% മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയാണ് ഇവിടെ ആദരിക്കുന്നത്. അവരുടെ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ അക്കാദമിക് പ്രൊഫഷണലുകളുടെയും അതുപോലെ തന്നെ പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിലാണ് ഈ വിദ്യാർത്ഥികളെ ആദരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ പ്രവാസികളുടെ മക്കൾക്ക് ഇത്തരം അക്കാദമിക് തലത്തിൽ ഉന്നത വിജയം നേടിയാലോ അല്ലെങ്കിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കിയാലും അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നാട്ടിലാണെങ്കിൽ നിരവധി സംഘടനകളും അതുപോലെ കമ്മ്യൂണിറ്റി പരിപാടികളിലുമെല്ലാം ഇത്തരം രീതിയിൽ ഇവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരം നിരവധിയാണ്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരം അവസരങ്ങളില്ല. അതിനെ മറികടക്കുക അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികളുമായി മീഡിയ വൺ മുന്നോട്ട് പോകുന്നത്. I would like to thank Media One for giving us such an opportunity for showcasing our talents and then for felicitating the students who have scored above 90% in their board exams 2025. Such a great opportunity. We represent ourselves in Saudi Arabia. They are felicitating Gulf toppers, which is a huge thing, and I'd like to thank Media One. ഇന്ന് റിയാദിൽ ഈ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് അവസാനിച്ചതിന് ശേഷം അടുത്ത ആഴ്ച ജിദ്ദയിലായിരിക്കും മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് തുടരുക. മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് വിതരണം സൗദിയിലെ ആദ്യ പരിപാടി ദമ്മാമിൽ പൂർത്തിയായി. പരിപാടി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം കൊണ്ടും അക്കാദമിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. പഠന മികവിനുള്ള ആദരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറെ ആവേശത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. പ്രൗഢമായ പരിപാടികളോടെയായിരുന്നു ദമ്മാമിലെ മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് വിതരണം. പ്രവിശ്യയിലെ വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നുള്ള 100-ലേറെ വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങി. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. Thank
യു മീഡിയ. നമുക്ക് സർപ്രൈസായി, സന്തോഷമായി ഇങ്ങനെ ഒരു അവാർഡ് ഫംഗ്ഷനൊക്കെ വെച്ചത്. ബിക്കോസ് നമുക്കിതിങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇന്ത്യയിലാകുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഓണറിങ് സെറമണിയൊക്കെ, പക്ഷേ ഇവിടെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ല. This was something really unexpected because I've never actually, we are in Saudi Arabia, opportunities are less to be able to achieve medals and these kinds of opportunities. So when we actually came across something like this, I was astonished in the beginning. I'm very grateful and thankful for this. Really, when Media One approached us that please register, and I was really surprised. And I told her, look, this is something a great event. You just go there and really motivates them, all the kids whoever participated here. തീർച്ചയായിട്ടും മീഡിയ വണ്ണിന് വേണ്ടി നന്ദി പറയുകയാണ്. കാര്യം ഇങ്ങനെ ഒരു ഇവൻ്റ് കൊടുത്ത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും ഇനി അവരുടെ ഭാവി ജീവിതത്തിൽ നല്ല രീതിയിൽ പഠിത്തത്തിൽ മുന്നോട്ട് പോകാനുമുള്ള ഒരു മോട്ടിവേഷൻ കൊടുത്തതിനും ഇതേപോലത്തെ ഒരു അവാർഡ് സെറിമണി ചെയ്തതിനും തീർച്ചയായിട്ടും നന്ദി പറയുകയാണ്. അക്കാദമിക് രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ അതിഥികളായി. പ്രവിശ്യയിലെ വ്യത്യസ്ത സ്കൂൾ മേധാവികൾ, ബിസിനസ് പ്രമുഖർ എന്നിവരും സംബന്ധിച്ചു. എൻ്റെ മോള് ISD ദമാമിൽ 12th 2025 പാസ്സായതാണ്. വളരെ ഹാപ്പിയാണ്. മീഡിയ വൺ ഇങ്ങനെ ഒരു ഇവൻ്റ് അറേഞ്ച് ചെയ്തു പിള്ളേരെ ഇൻസ്പയർ ചെയ്യുന്നതിന് താങ്ക്സ് എല്ലാം. താങ്ക് യു ഫോർ ദി ഗുഡ് അപ്രീഷിയേഷൻ. താങ്ക് യു ഫോർ മീഡിയ വൺ. നല്ല സന്തോഷം. പപ്പേനെ അമ്മയുടെ അടുത്താണ് ഫസ്റ്റ് താങ്ക്സ് പറയുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. എന്നെ പഠിപ്പിച്ച ടീച്ചർമാർക്കും എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവർക്കും നല്ല താങ്ക്സ്. കിട്ടിയിൽ നല്ല സന്തോഷമുണ്ട്. നല്ല മോട്ടിവേറ്റ് ആയി. എൻ്റെ പാരൻസിനോടൊക്കെ ഞാൻ താങ്ക്സ് പറയുന്നു. എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു. പാരൻസിൻ്റെ എഫേർട്ട് കുറേ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. It's very honored to be over here and congrats to all the toppers out there. Thank you. I would like to extend my warm thanks to my parents, my school and my teachers and my friends of course for supporting me. And I also thank Mabruk for inviting us here on this esteemed day. We are so thankful and congrats to all the toppers out there. Thank you for conducting this award ceremony. I'm very happy with my achievements. Thank you so much. Actually, this is a wonderful opportunity for them to have this award. And thank you, Media One. മിഷാൽ ചെറുപ്പുളശ്ശേരിക്കൊപ്പം നൌഷാദ് ഇരിക്കൂർ, മീഡിയ വൺ, ദമ്മാം. പഠനത്തിൽ മികവ് പുലർത്തുന്ന GCCയിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് തുടരുകയാണ്. മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് ഒമാനിലെ 2ാം ഘട്ട മിഡിൽ ഈസ്റ്റ് കോളേജിൽ തുടരുന്നു. 300-ൽ പരം വിദ്യാർത്ഥികളാണ് മീഡിയ വണ്ണിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മസ്കത്തിലെ മിഡിൽ ഈസ്റ്റ് കോളേജിൽ നിന്നും അലി കൂട്ടായി ചേരുന്നു. മബ്രൂക്കിലെ ഒമാനിന്റെ 2ാം വേദി മസ്കത്തിലെ മിഡിൽ ഈസ്റ്റ് കോളേജായിരുന്നു. 300-ൽ പരം വിദ്യാർത്ഥികളാണ് മീഡിയ വണ്ണിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സലാലയിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു 100-ൽ പരം വിദ്യാർത്ഥികൾ അവിടെ പുരസ്കാരം ഏറ്റുവാങ്ങി. മസ്കറ്റ് മിഡിൽ ഈസ്റ്റ് കോളേജിൽ മസ്കറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി, ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി GV ശ്രീനിവാസാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം തന്റെ കുട്ടിക്കാലത്തെ പഠനാനുഭവങ്ങളും തുടങ്ങി വളരെ വിശദമായി തന്നെ അദ്ദേഹം പ്രസംഗിച്ചു. കുട്ടികൾക്കെല്ലാം വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ്. അതുപോലെ തന്നെ ഇമോഷണൽ ലീഡർഷിപ്പ് കോച്ച് റിയാസ് ഹക്കീം നയിച്ച സെഷൻ വലിയ രീതിയിൽ കുട്ടികൾ വലിയ ആവേശത്തോടെ തന്നെ സ്വീകരിച്ചു. നിരവധി സ്ഥലങ്ങളിൽ നിന്നും, ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, നിസ്വ, അസൂർ തുടങ്ങി മസ്കറ്റിൽ നിന്നും നിരവധി ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് രക്ഷിതാക്കൾ തടിച്ചുകൂടുന്നതിനാണ് മിഡിൽ ഈസ്റ്റ് കോളേജ് സാക്ഷ്യം വഹിച്ചത്. ഒമാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംഭവമായി, പുരസ്കാര ചടങ്ങായി ഈ ചടങ്ങ് മാറിയെന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നടങ്കം പറയുന്നത്. എന്ത് തന്നെയായാലും മബ്രൂക്കിലെ ഒമാനിലെ 2ാം വേദിയും പ്രൗഢമായി എന്ന് നമുക്ക് പറയാം. നിരവധി വിദ്യാർത്ഥികൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 300-ൽ പരം വിദ്യാർത്ഥികളാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 90% മാർക്ക് നേടിയ ഒമാനിലെ 90% മാർക്ക് നേടിയ ഇന്ത്യൻ സ്കൂളിലെയും മറ്റു സ്കൂളിലെയും വിദ്യാർത്ഥികളെയാണ് മീഡിയ വൺ ആദരിച്ചത്. മീഡിയ വണ്ണിന്റെ ഈ ജൈത്രയാത്ര, ഈ പുരസ്കാര വിതരണ ചടങ്ങ് തുടരുകയാണ്. ഖത്തറിൽ നടക്കുന്ന ഫിഫ അണ്ടർ 17 ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനി ബുർക്കിനോ ഫാസയോട് തോറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. കരുത്തരായ ഇറ്റലിയും ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചു. 2 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും.
മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഖത്തറിൽ അണ്ടർ-17 ഫുട്ബോളിന്റെ ആവേശം എമ്പാടുമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയത് അല്ലെങ്കിൽ കൗതുകമുണർത്തിയ കാര്യം എന്ന് പറയുന്നത് അർജന്റീനയുടെ പുറത്താകലായിരുന്നു. ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയരുത് കരുത്തർ എന്ന് പറയുമ്പോൾ അത് അർജന്റീന അക്കൂട്ടത്തിലുണ്ടാകും. അർജന്റീന പുറത്താക്കുന്നൊപ്പം ബ്രസീൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ പല മാറ്റങ്ങളൊക്കെ നമ്മൾ ഇത്തവണ കണ്ടു. ഇപ്പോൾ ആരൊക്കെയാണ് ക്വാർട്ടർ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്നത്? എങ്ങനെയാണ് ഈ മത്സരത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ ഇനി? അനീഷ, നോക്കൌട്ട് റൗണ്ടിലേക്ക് വരുമ്പോൾ ഇന്നലെ അർജന്റീന പുറത്തുപോയെങ്കിൽ മെക്സിക്കോയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റാണ് അർജന്റീന ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തുപോയത്. ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനിയാണ് പുറത്തുപോയത്. ജർമ്മനിയെ തോൽപ്പിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ബുർക്കിനോ ഫാസോ എന്ന് പറയുന്ന ടീമാണ്. ഈ ടീം എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജർമ്മനി ബുർക്കിനോ ഫാസോക്ക് മുമ്പിൽ കീഴടങ്ങിയത്. 5-ാം മിനിറ്റിലാണ് ആഫ്രിക്കൻ ടീം ഗോൾ നേടിയത്. ഗോൾ നേടാനുള്ള തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നിരവധി തവണ ജർമ്മനി നടത്തിയെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല. ഇതോടുകൂടി നിലവിലെ ചാമ്പ്യന്മാർ ഇപ്പോഴത്തെ ടൂർണമെൻറ്റിൽ നിന്ന് ക്വാർട്ടർ കാണാതെ പ്രീ ക്വാർട്ടർ കാണാതെ പുറത്താകുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അട്ടിമറിയാണ് ഈ ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ നിലവിലെ. ഇനി അടുത്തൊരു മത്സരങ്ങളിലേക്ക് വരുന്ന സമയത്ത് കരുത്തരായ ഇംഗ്ലണ്ടും ഇറ്റലിയും ഒക്കെ അടുത്ത റൗണ്ടിലേക്ക് അവസാന 16 തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് 8 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 8 മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ യുഗാണ്ട, അതുപോലെ ഇറ്റലി, ജപ്പാൻ, നോർത്ത് കൊറിയ, ഓസ്ട്രിയ ടീമുകൾ എല്ലാം അടുത്ത ഘട്ടത്തിലേക്ക് അവസാന 16 പ്രീ ക്വാർട്ടറിലേക്ക് ബർത്തുറപ്പിച്ചു. ഒരു മത്സരം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ മത്സരം ക്രൊയേഷ്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലാണ്. ഇത് 1-1 തുല്യ നിലയിലായിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ടിരിക്കുകയാണ് മത്സരം. ഏകദേശം 5-6 മിനിറ്റിന് ശേഷം മാത്രമേ ഇതിൻ്റെ ചിത്രം വ്യക്തമാകൂ. ഇതോടുകൂടെ അവസാന 16 ഏതെല്ലാം ടീമുകൾ എത്തി എന്നുള്ളതിന് കൃത്യമായ രൂപരേഖയാകുന്നു. ആളുകളാണ്, കരുത്തരായ ടീമുകൾ തന്നെയാണ് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. ഖത്തറിൽ അണ്ടർ-17 ലോകകപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ പ്രീ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് അബ്ബാസ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. സൗദി അറേബ്യയ്ക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള കരാർ പരിഗണനയിലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ നൽകാനുള്ള കരാറിൽ ഏർപ്പെടുന്നത് പരിഗണിക്കുന്നതായി വെള്ളിയാഴ്ചയാണ് ട്രംപ് പറഞ്ഞത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അടുത്തയാഴ്ച വൈറ്റ് ഹൌസിൽ എത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. നേരത്തെ വൈറ്റ് ഹൌസും ഇക്കാര്യം അറിയിച്ചിരുന്നു. ഇറാനിൽ നിന്ന് കുവൈത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 100 കിലോ മയക്കുമരുന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഡ്രഗ് കൺട്രോൾ, കസ്റ്റംസ്, ഫയർഫോഴ്സ് എന്നിവയുടെ സംയുക്ത ഓപ്പറേഷനിലാണ് ഷുവൈക്ക് തുറമുഖത്ത് എത്തിയ പ്രതിയെ പിടികൂടിയത്. സ്വകാര്യ വാഹനത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. വാഹനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിൽ ഹാഷിഷും മരിജുവാനയടക്കം 100 കിലോയിലധികം മയക്കുമരുന്ന് കണ്ടെത്തി. മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയുന്നതിൽ കർശന നടപടികൾ തുടരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കുവൈത്തിലെ ഫർവാനിയയിൽ അനധികൃത ക്ലിനിക്ക് നടത്തിയ ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികളെ പിടികൂടി. സ്വകാര്യ വസതിക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത ക്ലിനിക്കിൽ നിന്ന് 4 ഇന്ത്യക്കാരെ അടക്കം 8 പ്രവാസികളാണ് അറസ്റ്റിലായത്. ഇവരിൽ ഒരാൾ അനുമതിയില്ലാതെ ചികിത്സ നടത്തുന്നതായും കണ്ടെത്തി. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. അന്വേഷണത്തിൽ സർക്കാർ മരുന്നുകളുടെ നിയമവിരുദ്ധ വിൽപ്പനയും വിതരണവും കണ്ടെത്തി. പണം വാങ്ങിയ മരുന്നുകൾ അനധികൃത ക്ലിനിക്കിലേക്ക് നൽകിയ 3 ബംഗ്ലാദേശി പൗരന്മാരെയും മരുന്നുകൾ മോഷ്ടിച്ച സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തു. കുവൈത്തിൽ റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഫഹാഹിൽ റോഡിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം നിലവിൽ വന്നു. റൂട്ട് 30-ലെ അബു ഫുതൈറ, അബു ഹസാനിയ മേഖലകളിൽ ഭാഗിക റോഡ് അടച്ചിടലും ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരിക്കുമെന്ന് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. അബു ഫുതൈറയിലേക്കുള്ള പ്രവേശനവും പുറത്തേക്കുള്ള റൂട്ടുകളും അബു ഹസാനിയ പാലം മുതൽ റൗണ്ട് അബൌട്ടിന് മുമ്പ് വരെയും നിയന്ത്രണം ബാധകമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. നവംബർ 14 മുതൽ നവംബർ 28 വരെ ഗതാഗത നിയന്ത്രണം തുടരും. ഗതാഗതം സുഗമമാക്കുന്നതിനായി ഈ കാലയളവിൽ ഫാസ്റ്റ് ലൈൻ പൂർണ്ണമായും തുറന്നിരിക്കുമെന്നും ട്രാഫിക് വകുപ്പ് അറിയിച്ചു.
ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ റാങ്കിങ്ങിൽ വൻ കുതിപ്പുമായി ഒമാൻ. ഡിജിറ്റൽ കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ ഇക്കോണമി എക്സ്പ്ലോറർ റിപ്പോർട്ട് വിവിധ മേഖലകളിൽ രാജ്യം മുന്നേറ്റങ്ങൾ നടത്തിയതായി അടയാളപ്പെടുത്തുന്നു. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലെ ലിംഗസമത്വ മേഖലയിൽ ആഗോളതലത്തിൽ ഒമാൻ ഒന്നാമതെത്തി. ഡിജിറ്റൽ സംയോജന മേഖലയിൽ രാജ്യത്തിന് 3-ാം സ്ഥാനമുണ്ട്. ഡിജിറ്റൽ ജോലി പരിശീലന മേഖലയിൽ 6ാമതെത്താനും രാജ്യത്തിന് സാധിച്ചു. ഡിജിറ്റൽ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിയ രാജ്യം ഡിജിറ്റൽ ഇക്കോണമി എക്സ്പ്ലോറർ ഇൻഡെക്സ് 2025 മിക്ക സൂചകങ്ങളിലും ഏറെ മുന്നിലെത്തി. ഈ അപകടങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഓരോ രാജ്യങ്ങളും. അങ്ങനെ കേരളത്തിൽ AI ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചത് വലിയ വാർത്തകളും വിവാദങ്ങളും ഒക്കെയായിരുന്നു. അങ്ങനെ ബഹ്റൈനും ഒരു മാറ്റത്തിനൊരുങ്ങുകയാണ്. പുതുതായി അവരുടെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചില മാറ്റങ്ങൾ അവർ കൊണ്ടുവരികയാണ്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹ്റൈനിൽ റോഡ് സുരക്ഷയുടെ ഭാഗമായി സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ 500 ക്യാമറകളാണ് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. സുരക്ഷ വർദ്ധിപ്പിക്കുക തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ 500 സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കാനാണ് ബഹ്റൈൻ ഒരുങ്ങുന്നത്. അതിൽ തന്നെ സുരക്ഷിതമല്ലാത്ത ഡ്രൈവിംഗ് രീതികൾ ക്യാമറയിൽ കൊടുക്കുക, അത്തരത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഈ യാത്രക്കാരുടെ മാത്രമല്ല, കാറിലിരിക്കുന്ന അല്ലെങ്കിൽ വാഹനത്തിലിരിക്കുന്ന യാത്രക്കാരുടെ മാത്രമല്ല, മറിച്ച് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള നിയമലംഘനങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഈ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവിംഗ് രീതികൾ, ഈ അപകടകരമായ ഡ്രൈവിംഗ് രീതികളാണ് ക്യാമറയിൽ കുടുങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഈ സ്ഥാപിക്കുന്നത് AI പവേർഡ് ക്യാമറകളാണ്. നേരത്തെ AI ക്യാമറകൾ, AI സുരക്ഷാ ക്യാമറകൾ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ട്രാഫിക് ലൈറ്റുകളെല്ലാം തന്നെ കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു നിർണായക തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. അതായത് സിഗ്നലുകളൊക്കെ ലംഘിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കാനാണ് ഇത്തരത്തിലൊരു മാറ്റം കൂടി കൊണ്ടുവരുന്നത്. അതിനോടൊപ്പം തന്നെ ഓവർ സ്പീഡ്, റെഡ് ലൈറ്റ് ക്രോസിംഗ്, മൊബൈൽ ഫോൺ ഉപയോഗം, തെറ്റായ ലൈൻ മാറ്റം എന്നിവയെല്ലാം ഈ ക്യാമറയിൽ പതിയുകയും ചെയ്യും. അതായത് നിയമങ്ങൾ ലംഘിച്ചാൽ പിടിവീഴും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നർത്ഥം. പറഞ്ഞതുപോലെ തന്നെ ഡിസംബറിൽ തുടങ്ങാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. പിന്നാലെ തന്നെ ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ പൂർത്തിയായതുകൊണ്ടാവണം നേരത്തെ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് ബഹ്റൈൻ എത്തിയത്. അതുപോലെ തന്നെ ബഹ്റൈൻ ട്രാഫിക് നിയമത്തിൽ വലിയ ശിക്ഷ, അതായത് ഈ നിയമലംഘനങ്ങൾ നടത്തിയാൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2014 ട്രാഫിക് നിയമം ഭേദഗതികൾ ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വലിയ മാറ്റത്തിലേക്ക് ബഹ്റൈൻ ഒരുങ്ങുന്നത്. ഒരിടവേള. മാധ്യമപ്രവർത്തകൻ അമ്മാർ കീഴുപറമ്പ് എഴുതിയ ഷൈഖ് സായിദ് നന്മയുടെ സാരഥി എന്ന പുസ്തകം ഷാർജ പുസ്തകോത്സവത്തിൽ പുറത്തിറങ്ങി. UAEയുടെ ചരിത്രം എഴുതുക എന്ന വർഷങ്ങൾക്ക് നീണ്ട ആഗ്രഹമാണ് ഈ പുസ്തകത്തിലൂടെ സാധ്യമാക്കിയതെന്ന് അമ്മാർ പറയുന്നു. എൻ്റെ പേര് അമ്മാർ കീഴുപറമ്പ് എന്നാണ്. മാധ്യമപ്രവർത്തകനാണ്. കുറേ കാലം UAEയിലുണ്ടായിരുന്നു. 1995 ആദ്യമായി UAEയിലെത്തിയത്. അന്ന് മുതൽ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഈ രാജ്യത്തെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം രചിക്കുക എന്നുള്ളത്. അറബി എന്ന് പറയുന്ന മലയാളം മാഗസിൻ ആരംഭിച്ചുകൊണ്ടാണ് പത്രപ്രവർത്തനം തുടങ്ങുന്നത്. അന്ന് മുതൽ കളക്ട് ചെയ്യുന്നതാണ് ഈ പുസ്തകത്തിലേക്കുള്ള ഓരോ അധ്യായങ്ങളും. 2020 അത് പൂർത്തിയാക്കുകയും 300 പേജുള്ള പുസ്തകം തയ്യാറാക്കാൻ കഴിഞ്ഞു. 36 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതിൻ്റെ ഇംഗ്ലീഷുമുണ്ട്, മലയാളമുണ്ട്. ഈ 36 അധ്യായങ്ങളിൽ നമ്മൾ പറയുന്നത് ആധുനികവും പൗരാണികവുമായ UAEയുടെ ചരിത്രമാണ്. ഷെയ്ഖ് സായിദ് എന്ന് പറയുന്ന രാഷ്ട്രപിതാവ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നവും അത് അദ്ദേഹം എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് നമ്മൾ പുസ്തകത്തിൽ പറയുന്നത്. ഒപ്പം ഇന്ത്യൻ ജനത ഈ രാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ ഏതെല്ലാം മേഖലയിൽ സഹകരിച്ചിട്ടുണ്ട്, ഏത് രീതിയിലാണത് സഹകരണം എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. UAEയിൽ പ്രവാസിയായ ജിനൻ റോയ് എഴുതിയ ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ ദി ഓൾട്ടർനേറ്റീവ് ഷാഡോസ് ഷാർജ പുസ്തകോത്സവത്തിൽ പുറത്തിറങ്ങി. വിവിധ പ്രപഞ്ചങ്ങളിൽ പല കാലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ തമ്മിലെ ബന്ധവും വൈരവ്യവുമെല്ലാം പറഞ്ഞു വെക്കുന്നതാണ് ഈ ത്രില്ലർ എന്ന് എഴുത്തുകാരൻ പറയുന്നു. പുസ്തകത്തിൻ്റെ പേര്
പേര് ദ ഓൾട്ടർനേറ്റ് ഷാഡോസ് എന്നാണ്. അതൊരു പുതിയ എക്സ്പെരിമെൻ്റൽ മൂവ് ആണ് ആക്ച്വലി. ഇതൊരു സൈഫൈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു സീരീസ് ഓഫ് മേഡേഴ്സ് നടന്നിട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ്. അത് ഒരു ക്ലീഷേ സ്റ്റോറിയാണെന്ന് എല്ലാവരും വിചാരിക്കും, പക്ഷേ അതിൽ ചേഞ്ച് വരുന്നത് വേ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ്. എൻ്റെ പേര് ജിതിൻ എന്നാണ്, നാട്ടിൽ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അപ്പം അങ്ങനെ ആദ്യത്തെ പുസ്തകം ഒരു കവിതാ സമാഹാരമായിരുന്നു മലയാളത്തിലുള്ളത്. പിന്നെ ഇങ്ങോട്ടേക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഈ വർഷം ഏകദേശം 1 വർഷം എടുത്തിട്ട് നമ്മളൊരു ഇംഗ്ലീഷ് സൈഫൈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നോവലാണ് ഇത്തവണ ചെയ്തേക്കുന്നത്. മർഡറും അല്ലെങ്കിൽ മർഡർ ചെയ്യപ്പെട്ട ആളുകളും തമ്മിലുള്ള ആ കണക്ഷൻസ് മൾട്ടിപ്പിൾ യൂണിവേഴ്സിലെ എടുത്ത് അനാലിസിസ് നടത്തി അതുപോലെ ഇത് സോൾവ് ചെയ്യുന്നതാണ്. കൂടുതൽ പറയുന്നില്ല, അല്ലെങ്കിൽ സ്പോയിലർ ആവും. അപ്പോൾ അത് ഏകദേശം 1 വർഷത്തോളം എടുത്തു, കാരണം ഒത്തിരി റിസർച്ചുകളെല്ലാം വേണ്ടി വന്നു ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 20 ചാപ്റ്ററിലായിട്ടാണ് ഇത് എഴുതിയേക്കുന്നത്. കാരണം ഇതൊരു കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. ഈസി റീഡാണ്, പക്ഷേ ആ സ്റ്റോറി ലൈൻ കോംപ്ലക്സ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഓൾട്ടർനേറ്റ് യൂണിവേഴ്സും മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സും എല്ലാം വരുന്നതുകൊണ്ട്. അന്തരിച്ച വ്യവസായി അറ്റ്ലസ് രാമചന്ദ്രന്റെ മകൾ ഡോക്ടർ മഞ്ജു രാമചന്ദ്രൻ എഴുതിയ 1111 എന്ന ഇംഗ്ലീഷ് നോവൽ ഷാർജ പുസ്തകമേളയിൽ പുറത്തിറങ്ങി. ആത്മകഥാംശമുള്ള രചനയാണിതെന്ന് മഞ്ജു രാമചന്ദ്രൻ പറഞ്ഞു. റേഡിയോ അവതാരകൻ വൈശാഖ് പ്രകാശനം നിർവഹിച്ചു. അറ്റ്ലസ് രാമചന്ദ്രന്റെ ഭാര്യ ഇന്ദിര രാമചന്ദ്രനും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ഇറ്റ്സ് ലൈഫ് ഇൻസ്പയർഡ് ആണ്, പക്ഷേ ഫിക്ഷണൽ എലിമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ലൈഫാണെന്ന് പറയാൻ പറ്റില്ല, ഫിക്ഷൻ. അത് പലർക്കും പല രീതിയിലാവാം അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് ഐ വുഡ് സേ ഫോർ മീ ഒരു ട്രാൻസ്ഫോർമേഷൻ. പാസ്റ്റ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ അതുപോലെ അത് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഇതാണ്. ജസ്റ്റ് ലൈക്ക് എ ബട്ടർഫ്ലൈ, അത് കുക്കൂണിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ. അച്ഛനും ഫാമിലിയും എല്ലാം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ലൈഫ് ഇൻസ്പയർഡ് ആണ്, പക്ഷെ ഫിക്ഷണലൈസ്ഡ് ആണ്. ഇപ്പൊ ആത്മകഥയല്ല ഇത്, അംശം. യെസ്, അതിപ്പോൾ ഏതൊരു റൈറ്റർ എഴുതുമ്പോഴും ആത്മാവിൻ്റെ ഒരു ഭാഗം ഉണ്ടാവില്ലേ അതിൽ. ദർ വിൽ ബി എ സബ്സ്റ്റൻസ് ഓഫ് ദെയർ ലൈഫ് അല്ലേ. ഞാൻ ഇട്ടിരിക്കുന്നത് ടു ദ കൈൻഡ് യൂണിവേഴ്സ് ദാറ്റ് ഓൾവേസ് ലിസൺസ്. അതായത് ഞാനൊരു ഡിഫിക്കൽട്ട് പീരീഡ് എൻ്റെ ജീവിതത്തിൽ വെൻ ഐ വെൻ ത്രൂ ഒരുപാട് ഹെൽപ്പ് എനിക്കുണ്ടായിരുന്നു ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. 9 വർഷം എടുത്തു. വളരെയധികം പെയിൻഫുള്ളായിരുന്നു, വളരെയധികം സഫറിങ്, ഗ്രീഫ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. എളുപ്പമല്ലല്ലോ. ഈ അഴികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറും ഒരു പ്രിസൺ ആവണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ സെൽഫ് ഇമ്പോസ്ഡ് ആക്കിയ ഒരു ഇതായിരിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ട്, ബട്ട് വി ആർ നോട്ട് ഗോയിങ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ അതൊരു പ്രിസൺ അല്ലേ, അതും ഒരു ജയിൽ തന്നെയല്ലേ. എന്തുകൊണ്ട് പോകുന്നില്ല? ബിക്കോസ് ഞാൻ ചെറുതായിരുന്നപ്പോൾ ഇതെനിക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് സൊസൈറ്റി എന്നോട് പറഞ്ഞു. I put myself in jail. അഡ്വക്കേറ്റ് BF അബ്ദുറഹ്മാൻ എഴുതിയ മാനവദർശനം ഷാർജ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. കവി ടി ഉബൈദിന്റെ കവിതകളിലെ മനുഷ്യദർശനമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. UAE എഴുത്തുകാരി ഡോക്ടർ മറിയം അൽ ഷനാസി പ്രകാശനം നിർവഹിച്ചു. അസീസ് തരുവണ, വ്യവസായി KP ബഷീർ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. പ്രവാസി വെൽഫെയർ സലാലയിൽ വനിതാ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. വനിതകൾക്കായി നടത്തിയ മത്സരത്തിൽ 100 കണക്കിന് പേർ സംബന്ധിച്ചു. 11 ഇനങ്ങളിൽ നടന്ന മത്സരത്തിൽ ഷെറിൻ ഷഹാന വ്യക്തിഗത ചാമ്പ്യനായി. ലേഡീസ് സ്പോർട്സ് ഫിയസ്റ്റ സീസൺ 2 എന്ന പേരിൽ പ്രവാസി വെൽഫെയർ സലാലയിൽ വനിതകൾക്ക് വേണ്ടി സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഫാസ് അക്കാദമി മൈതാനിയിൽ നടന്ന പരിപാടി സംസ്ഥാന ഹാൻഡ്ബോൾ ടീം അംഗമായിരുന്ന അഖില PS ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് വനിതകൾ ഇവിടെ എത്തിച്ചേർന്നത്. കുടുംബങ്ങൾ സഹിതം ധാരാളം പേര് എത്തിച്ചേരുകയും പരിപാടികളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് അബ്ദുള്ള മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ O. അബ്ദുൽ ഗഫൂർ, K. ഷൗക്കത്ത് അലി, സബീർ പിട്ടി, K. മുഹമ്മദ് സാദിഖ്, സാജിദ
ഹഫീസ് എന്നിവർ സംസാരിച്ചു. സീസൺ 2 വളരെ ആവേശകരമായിട്ടാണ് ഓരോ പാർട്ടിസിപ്പൻസും ഏറ്റെടുത്തത്. വെറൈറ്റി ഓഫ് ഗെയിംസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടിരുന്നു. അതെല്ലാം വളരെ ആഹ്ലാദത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി എല്ലാവരും പങ്കെടുത്തു. 11 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. ഷെറിൻ ഷഹാന വ്യക്തിഗത ചാമ്പ്യനായി. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ ചാൻസ് കിട്ടിയതിൽ ഭയങ്കരധികം സന്തോഷം. പിന്നെ പ്രോഗ്രാം മൊത്തത്തിൽ ഉഷാറായിരുന്നു. സൂപ്പറാണ്. നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് തടിയൊക്കെ ഇത്രയും അനങ്ങുന്നതും കാര്യങ്ങളൊക്കെ, എന്നിട്ടും പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പറ്റുന്നുള്ളൊരു തോന്നലാണ്. സ്പോൺസേഴ്സ് പ്രതിനിധികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജനറൽ സെക്രട്ടറി തസ്രീന ഗഫൂർ, സജീബ് ജലാൽ, രവീന്ദ്രൻ നെയ്യാറ്റിങ്കര, ആരിഫ മുസ്തഫ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. മീഡിയ 1 സലാല. UNHCRന് കുവൈത്ത് നൽകുന്ന സഹായം അഭയാർത്ഥികളുടെ ദുരിതം കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് ഇന്ത്യയിലെ കുവൈത്ത് അംബാസിഡർ മിഷാൽ അൽ ഷമാലി അറിയിച്ചു. ന്യൂഡൽഹിയിൽ ഐക്യരാഷ്ട്ര അഭയാർത്ഥി ഹൈ കമ്മീഷണർ മിഷൻ മേധാവി അരേദി സിയാനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കുവൈത്തിന്റെ മാനുഷിക ഇടപെടലുകൾ അഭിനന്ദനാർഹമാണെന്ന് സിയാനിയും യോഗത്തിൽ വ്യക്തമാക്കി. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന കിപ്പ് സൂപ്പർ കപ്പിൽ QRI തൃശൂരിന് ജയം. ട്രാവൻകൂർ FCയെ 1-4 ഗോളുകൾക്കാണ് തൃശൂർ കീഴടക്കിയത്. കളിയുടെ 20-ാം സെക്കൻഡിൽ ട്രാവൻകൂർ FC താരം ക്രിസ്റ്റോദാസൻ നേടിയ ഗോൾ ടൂർണമെന്റിലെ ചരിത്രത്തിലെ ഫാസ്റ്റസ്റ്റ് ഗോളായി. എന്നാൽ 4 ഗോൾ തിരിച്ചടിച്ച് തൃശൂർ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. തൃശൂരിനു വേണ്ടി മൗസഫും ആന്റണിയും 2 വീതം ഗോൾ നേടി. കിപ്പ് ജൂനിയർ ലീഗ് ഇന്റർ അക്കാദമി ടൂർണമെന്റിലെ ആദ്യ മത്സരം സമനിലയിലായി. ഫാൽക്കൺ അക്കാദമിയും ബ്ലാസ്റ്റേഴ്സ് അക്കാദമിയും ഓരോ ഗോളുകൾ വീതം നേടി തുല്യനിലയിൽ പിരിയുകയായിരുന്നു. സൗദിയിലെ അൽ ഖസീം മേഖലയിൽ വടംവലി കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു. ഖിവ എന്ന പേരിൽ വന്ന കൂട്ടായ്മയ്ക്ക് കീഴിൽ വടംവലി മത്സരങ്ങളും പരിപാടികളും സംഘടിപ്പിക്കും. അൽ ഖസീം പ്രവിശ്യയിലെ വിവിധ സംഘടനകളും കൂട്ടായ്മകളും പങ്കെടുത്ത യോഗത്തിലാണ് പുതിയ കായിക സംഘടനയുടെ രൂപീകരണം. അബ്ദു കിച്ചേരി, അൻഷാദ് ബുഖേരിയ, സുരേഷ് കുമാർ എന്നിവരാണ് ഭാരവാഹികൾ. യോഗത്തിൽ അസോസിയേഷന്റെ ലോഗോ പുറത്തിറക്കി. കിവ എന്ന വടംവലി കൂട്ടായ്മയ്ക്ക് കീഴിൽ മേഖലയിൽ വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കും. മെജോ ജോർജ്, അനീഷ് കൊല്ലം, ഷിനു, ജംഷീർ സഫാരി, റൌഫ് മലപ്പുറം, ജൻസീർ, അൻസാർ തോപ്പിൽ തുടങ്ങിയവരും സംസാരിച്ചു. മീഡിയ 1 ബുറൈദ. വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്ന നീതിയിൽ അധിഷ്ഠിതമായ ലോകത്തിനു വേണ്ടി നിലകൊള്ളണമെന്ന് അലിയാർ ഖാസിമി. സൗദിയിലെ റിയാദിൽ തനിമ സംഘടിപ്പിച്ച ഖുർആൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടോക്ക് ഷോ, വിദ്യാർത്ഥി സമ്മേളനം എന്നിവയും പരിപാടിയുടെ ഭാഗമായിരുന്നു. ഫിത്ര വൽ മീസാൻ എന്ന പ്രമേയത്തിലായിരുന്നു ഒരു മാസക്കാലം നീണ്ട വൈജ്ഞാനിക സംഗമങ്ങളുമായി ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട തനിമയുടെ ക്യാമ്പയിൻ. ഇതിന്റെ സമാപനമായിരുന്നു റിയാദ് ഡൽഹി പബ്ലിക് സ്കൂളിൽ ഒരുക്കിയ ഖുർആൻ സമ്മേളനം. സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി സമ്മേളനവും ടോക്ക് ഷോയും പ്രദർശനങ്ങളും ഒരുക്കിയിരുന്നു. കുടുംബജീവിതത്തെ തകർക്കുന്ന ചിന്താധാരകളും ജീവിത വീക്ഷണങ്ങളും സമൂഹത്തിൽ നാശം വിതക്കുമെന്നും അവയെ ചെറുത്തുതോൽപ്പിക്കേണ്ടത് സാമൂഹിക ബാധ്യതയാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. എല്ലാ പ്രവാചകരുടെയും ദൗത്യം നീതിയായിരുന്നുവെന്നും അതിനായി നിലകൊള്ളണമെന്നും ഖുർആനിന്റെ നീതി സങ്കല്പത്തെക്കുറിച്ച് സംസാരിച്ച ജമിയത്തുൽ ഉലമാ ഹിന്ദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലിയാർ ഖാസിമി പറഞ്ഞു. ലോകത്തിന്റെ ഇന്നത്തെ വ്യവസ്ഥിതി അനീതിയിൽ അധിഷ്ഠിതമാണ്. ലോകം അനീതി കൊണ്ടും അക്രമം കൊണ്ടും നിറയുമ്പോഴാണ് നീതിയുടെ വിമോചകന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടത് എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രവാചകന്റെ അനുയായികളാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വ്യവഹാരങ്ങളും നീതിയിൽ ഊന്നിയായിരിക്കട്ടെ. നമ്മുടെ അടിസ്ഥാന പ്രകൃതത്തിൽ നിന്ന് നീതി ചോർന്നു പോയിട്ടില്ല എന്ന് നമ്മുടെ മനസാക്ഷിയോട് ഒട്ടി നിന്നുകൊണ്ടാണ് നാം ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. തനിമ സെൻട്രൽ പ്രൊവിൻസ് പ്രസിഡന്റ് സിദ്ദീഖ് ജമാൽ അധ്യക്ഷനായിരുന്നു. സോണൽ പ്രസിഡന്റുമാരായ സദറുദ്ദീൻ കീഴ്ശ്ശേരി, തൗഫീഖുർ റഹ്മാൻ, റഷീദ് വാഴക്കാട് എന്നിവർ സംബന്ധിച്ചു. ഖുർആൻ ടോക്ക് ഷോയിൽ അസ്ഹർ പുള്ളിയിൽ, അബ്ദുൽ ലത്തീഫ് ഓമശ്ശേരി, റഹ്മത്തെ ഇലാഹി, അഷ്റഫ് കൊടിഞ്ഞി എന്നിവരും സംസാരിച്ചു. വിവിധ മത്സര പരീക്ഷകളിലും പരിപാടികളിലും വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. മീഡിയ 1 റിയാദ്.
സൗദിയിലെ ബുറൈദയിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചു. സീൽ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനം അൽ ഖസീമിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രാലയ മേധാവി ഉദ്ഘാടനം ചെയ്തു. അൽ ഖസീം പ്രവിശ്യയിലെ ബുറൈദയിലായിരുന്നു ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പ്രദർശനം. പ്രിൻസിപ്പൽ ലോറൻസ് വർഗീസ് അധ്യക്ഷനായിരുന്നു. അൽ ഖസീമിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രാലയ മേധാവി ബന്ദർ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുത്തൻ ആശയങ്ങളായിരുന്നു എക്സിബിഷന്റെ ഉള്ളടക്കം. എഞ്ചിനീയറിംഗിന്റെ വളർച്ച, ബഹിരാകാശം തുടങ്ങി വിവിധ ഭാഷകളിൽ വ്യത്യസ്തമായ പ്രൊജക്ടുകൾ ഇവിടെ പ്രദർശിപ്പിച്ചു. ഇന്ത്യ സൗദി സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്നവയും ഇതിന്റെ ഭാഗമായിരുന്നു. എണ്ണൂറോളം വിദ്യാർത്ഥികളാണ് എക്സിബിഷന്റെ ഭാഗമായത്. മീഡിയ വൺ, ബുറൈദ. ദുബായിലെ സുപ്രധാന വ്യോമയാന പരിപാടിയായ ദുബായ് എയർ ഷോ നവംബർ 17 മുതൽ നവംബർ 21 വരെ നടക്കും. ഭാവി ഇവിടെ ആരംഭിക്കുന്നു എന്ന പ്രമേയത്തിലാണ് ദുബായ് എയർ ഷോ നടക്കുക. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഷോയിൽ ഈ വർഷം 150 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമയാന, ബഹിരാകാശ, പ്രതിരോധ മേഖലകളിലെ 1500-ലധികം കമ്പനികൾ പങ്കെടുക്കും. ഏകദേശം 1,48,000 സന്ദർശകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ് വേൾഡ് സെൻട്രൽ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പ്രധാന പരിപാടികൾ നടക്കുക. ഇനി ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിന്റെ പ്രീ സെയിൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. വിസ കാർഡുള്ളവർക്ക് വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് സ്വന്തമാക്കാം. നവംബർ 23 രാവിലെ 8 മുതൽ പൊതുവിൽപ്പന ആരംഭിക്കും. കുവൈത്തിലെ അഹമ്മദി ഏരിയയിൽ അനധികൃത ക്യാമ്പുകളും ഷാലറ്റുകളും കണ്ടെയ്നറുകളും നീക്കം ചെയ്തു. നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് അധികൃതർ. ഖത്തറിലെ പ്രവാസി മലയാളി കുട്ടികളുടെ കൂട്ടായ്മയായ മില്ലേനിയം കിഡ്സ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. 25ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരളം നമ്മുടെ കേരളം എന്ന വിഷയത്തിലാണ് മത്സരം. വർഷങ്ങൾ നീണ്ട പോരാട്ടം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സമാധാന ചട്ടക്കൂടൽ ഒപ്പുവെച്ച് കോങ്കോയും റുവാണ്ടൻ പിന്തുണയുള്ള വിമത ഗ്രൂപ്പായ M23യും ഖത്തറിന്റെയും US-ന്റെയും മധ്യസ്ഥതയിലാണ് ഇരുപക്ഷവും ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ദോഹയിലായിരുന്നു ചർച്ചകൾ. ദശാബ്ദങ്ങളായി തുടരുന്ന സംഘർഷത്തിൽ മേഖലയിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടലായി ദുബായിലെ CL ദുബായ് മറീന 82 നിലകളിലായി മനോഹര വാസ്തുവിദ്യയോടെ നിർമ്മിച്ചതാണ് ഈ ഹോട്ടൽ. ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലോടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടൽ എന്ന പേര് സ്വന്തമാക്കിയത്. ഹോട്ടലിൽ ഇന്നു മുതൽ ബുക്കിംഗുകൾ സ്വീകരിക്കും. ദുബായ് മറീനയിൽ സ്ഥിതി ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ആഡംബര ഹോട്ടലിന് 377 മീറ്ററാണ് ഉയരം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 10 ഹോട്ടലുകളിൽ 7ഉം ദുബായിലാണ്. UAE-യിലുള്ള ഫുജൈറയിലെ ബേർഡ് ഐലൻഡ് റിസർവിൽ നടത്തിയ പരിശോധനയിൽ 6 അനധികൃത മത്സ്യബന്ധന ബോട്ടുകൾ പിടിച്ചെടുത്തു. നിരീക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ പതിവ് ഫീൽഡ് പരിശോധനയ്ക്കിടെയാണ് ബോട്ടുകൾ പിടിച്ചെടുത്തതെന്ന് ഫുജൈറ എൻവിറോൺമെന്റ് അറിയിച്ചു. റിസർവുകളിലെ നിയമവിരുദ്ധ മത്സ്യബന്ധനം ഭക്ഷ്യശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും മത്സ്യസമ്പത്ത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പവിഴപ്പുറ്റുകൾ, ചെറിയ മത്സ്യങ്ങൾ, അപൂർവമോ വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവിവർഗങ്ങൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥയാണ് ഫുജൈറയിൽ ഉള്ളത്. ഇതിനാൽ സവിശേഷ പരിഗണനയാണ് നൽകുന്നത്. കോഴിക്കോട് ജില്ലാ വോളിബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വോളിബോൾ ടൂർണമെന്റ് നാളെ ദുബായ് ന്യൂ ഇന്ത്യൻ മോഡേൺ സ്കൂളിൽ നടക്കും. 8 പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കും. രാവിലെ 10 മുതൽ മത്സരങ്ങൾ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു.